നെടുങ്കോട്ട യുദ്ധത്തിൽ ടിപ്പുവിന് തിരുവിതാംകൂർ സൈന്യത്തിൽ നിന്ന് നേരിടേണ്ടി വന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ലജ്ജാകരമായ സംഭവമായിരുന്നു. തൻ്റെ ഉപ്പൂറ്റി വെട്ടി മാറ്റിയത് കൂടാതെ തൻ്റെ വിലപ്പെട്ടതെല്ലാം അവർ ബലമായി തന്നെ പിടിച്ചു വാങ്ങി. വാള്, മോതിരം, മുദ്ര, തലപ്പാവ്, പല്ലക്ക്, ആഭരണങ്ങൾ എന്നിവയെല്ലാം തിരുവിതാംകൂർ സൈന്യം പിടിച്ചെടുത്ത് തിരുവിതാംകൂർ രാജാവിനു കാഴ്ചവെച്ചു. ഇത്രയും നാണം കെട്ട തോൽവിയാണ് തിരുവിതാംകൂർ സൈന്യത്തിൽ നിന്ന് അന്ന് ടിപ്പു ഏറ്റുവാങ്ങിയത്. ഇത് ടിപ്പുവിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ടിപ്പു അക്കാലത്ത് കൊച്ചി രാജാവുമായി സൗഹാർദ്ദത്തിലായിരുന്നു. എങ്ങനെയെങ്കിലും തിരുവിതാംകൂറിനെ കീഴടക്കുന്നതിനു വേണ്ടി കൊച്ചിയുടെ സഹായവും ആവശ്യമായിരുന്നു. അതുകൊണ്ട് കൊച്ചി രാജാവിനെ നേരിട്ട് കാണണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് ഒരു സന്ദേശം കൊച്ചി രാജാവിന് നൽകി. എന്നാൽ കൊച്ചി രാജാവ് ഈ സന്ദേശത്തിന് മറുപടി നൽകിയത് തനിക്ക് ശാരീരികമായി സുഖമില്ലാത്തതുകൊണ്ട് നേരിട്ട് ഹാജരാകുന്നതിന് നിവൃത്തിയില്ല എന്നാണ് അറിയിച്ചത്. ഈ സന്ദേശത്തിന് മറുപടി കിട്ടിയ ടിപ്പു പ്രധാനപ്പെട്ട മന്ത്രിമാരെയോ ഇളയ രാജാവിനെയോ കൂടിക്കാഴ്ചക്കായി അയക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടു. എന്നാൽ കൊച്ചി രാജാവ് ഇതും നിരസിച്ചപ്പോൾ ടിപ്പുവിന് വീണ്ടും ദേഷ്യം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ കൊച്ചി രാജാവ് ഇങ്ങനെ ചെയ്യുന്നതിന് കാരണമുണ്ടായിരുന്നു. അക്കാലത്ത് ടിപ്പു മലബാർ ഏരിയയിലും പ്രത്യേകിച്ച് കടത്തനാട്ടിലും ഈഴവ നായർ സമുദായത്തെ ഉന്മൂലനാശനം ചെയ്യുന്നതിന് വേണ്ടി മതപരിവർത്തനമെന്ന പേര് പറഞ്ഞ ആയിരക്കണക്കിന് യുവാക്കളെയാണ് കൊന്നു തള്ളിയത്. കൂടാതെ ഇത് പേടിച്ച് അവിടെ നിന്ന് അഭയാർത്ഥികളായി ആയിരക്കണക്കിന് സാധാരണക്കാരും നാടുവാഴികളും തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ചത് തൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണേണ്ടി വന്നു കൊച്ചി രാജാവിന്. അതുകൊണ്ട് തന്നെയാണ് ടിപ്പുവിൻ്റെ ഈ ആവശ്യം രാജാവ് ബോധപൂർവം തന്നെ നിരസിച്ചത്. ഇതിൽ കുപിതനായ ടിപ്പു വീണ്ടും ആക്രമണത്തിനു തയ്യാറെടുക്കുകയാണ് ഉണ്ടായത്. ചരിത്രത്തിലെ ചില ഇടതുപക്ഷ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചത് മൈസൂർ കടുവ എന്നാണ്. തിരുവിതാംകൂറിനെ ആക്രമിക്കുന്നതിന് തയ്യാറെടുത്ത ടിപ്പു 30,000 കാലാൽപ്പടയും 5,000 കുതിരപ്പടയും 20 ബീരങ്കിയുടെയും സഹായത്തോടു കൂടിയാണ് നെടുങ്കോട്ട ആക്രമിക്കുവാനായി എത്തിച്ചേർന്നത്. നെടുങ്കോട്ടയുടെ കുറച്ചു ഭാഗം പൊളിച്ചു നീക്കി തിരുവിതാംകൂറിൽ പ്രവേശിച്ചു. കാരണം നെടുങ്കോട്ട തനിക്കുണ്ടാക്കിയ അപമാനം കുറച്ചൊന്നുമല്ലായിരുന്നു. പറവൂർ, ചേന്നമംഗലം, കുന്നത്തുനാട്, വരാപ്പുഴ, ആലങ്ങാട് എന്നീ പ്രദേശങ്ങൾ ആക്രമിച്ച് അവിടെയുണ്ടായിരുന്ന സകല ജന്തുക്കളെയും മനുഷ്യരെയും സസ്യലതാദികളെയും ചുട്ടരിച്ചുകൊണ്ടാണ് ഈ ദുഷ്ടരാക്ഷസൻ തെക്കോട്ട് ആക്രമണം തുടർന്നത്. ടിപ്പുവിൻ്റെ പടയോട്ടത്തെ പേടിച്ച് ഒളിവിലിരിക്കുന്ന ജനങ്ങൾ തിരിച്ചു വന്നാൽ കഴിക്കുവാൻ ഭക്ഷണം പോലും ഉണ്ടാകരുതെന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെയുണ്ടായ വിളവുകൾ വരെ ഈ ദുഷ്ടൻ ചുട്ടരിച്ചത്. കെട്ടിടങ്ങൾ ഉൾപ്പെടെ സകലതും അഗ്നിക്കിരയാക്കി. ഒന്നും തന്നെ അവശേഷിച്ചില്ല. അവിടെയുണ്ടായിരുന്ന ജനങ്ങൾ കാട്ടിലും മറ്റും അഭയം പ്രാപിക്കുകയും കുറേ പേർ തിരുവിതാംകൂറിലേക്ക് അഭയം പ്രാപിക്കുകയുമാണ് ഉണ്ടായത്. ഒരു നാട്ടിലേക്ക് അതിക്രമിച്ചു കടന്ന് അവരുടെ സ്വത്തും മുതലുമെല്ലാം പിടിച്ചുപറിച്ചു വാങ്ങിച്ച ശേഷം നിങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളുമെല്ലാം തെറ്റാണെന്നും നിങ്ങളെല്ലാം കാഫീറുകളാണെന്നും നിങ്ങളെല്ലാം കൊല ചെയ്യപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊന്നു തള്ളിയ ഒരു ചരിത്രത്തിലെ ദുഷ്ടരാക്ഷസന് ചരിത്രത്തിൽ ഇടം കിട്ടുന്നതിന് വേണ്ടി അവന് മൈസൂർ കടുവ എന്ന വിശേഷണം നൽകിയ ഇവിടത്തെ കൂലി ചരിത്രകാരന്മാരുടെ ചിന്താഗതി എത്രമാത്രം തരം താണിട്ടുണ്ടായിരുന്നു. പടയോട്ടം കടന്നുപോയ ഭാഗങ്ങളിൽ ഒരു കുടിൽ പോലും അവശേഷിച്ചിട്ടില്ല എന്നാണ് അന്ന് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മനുഷ്യനിർമ്മിതമായ സകല കെട്ടിടങ്ങളും ഈ ദുഷ്ടൻ നശിപ്പിച്ച് അവിടെയുണ്ടായിരുന്ന കൃഷിസ്ഥലങ്ങളും അതുമായി ബന്ധപ്പെട്ട സകലതിനെയും നശിപ്പിച്ചാണ് ഈ ദുഷ്ടൻ അവസാനം പെരിയാറിൻ്റെ തീരമായ ആലുവായിൽ എത്തിച്ചേർന്നത്. ആലുവായിൽ 1787 തിരുവിതാംകൂർ രാജാവ് സോമയാഗം നടത്തിയിരുന്നു. അന്നത്തെ ആ സോമയാഗത്തിൻ്റെ യാഗരക്ഷാപുരുഷനായിരുന്നത് കാഞ്ചി കുലശേഖര ബാലരാമവർമ്മ പെരുമാളായിരുന്നു. ആ മഹാന്റെ നേതൃത്വത്തിലുള്ള സോമയാഗം തീർത്തും വിജയമാണെന്ന് തെളിയിക്കുന്ന സംഭവമായിരുന്നു. ടിപ്പുവിൻ്റെ പരാജയമാണ് പിന്നീട് സംഭവിച്ചത്. അപ്രതീക്ഷിതമായി ഒരു പ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ ടിപ്പുവിന് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. തൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഒരു പ്രളയം ഇന്നേ വരെ ടിപ്പു കണ്ടിട്ടില്ല. ഇതിൽ ഭയചകിതനായ ടിപ്പു
അമ്പരന്ന് നിന്നു പോയതല്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. താൻ ഇന്നേ വരെ ചെയ്തു കൂട്ടിയ സകല ക്രൂരതയ്ക്കും തനിക്ക് കിട്ടിയ തിരിച്ചടിയാണ് ഈ പ്രകൃതിക്ഷോഭമെന്ന് ടിപ്പു മനസ്സിലാക്കുകയും അതിൽ താൻ മനസ്സറിഞ്ഞ് പശ്ചാത്തപിക്കുന്നതായും ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇതൊന്നും ചരിത്രത്തിൻ്റെ ഭാഗമാക്കുവാൻ ഈ ചരിത്രകാരന്മാർ ശ്രമിക്കാത്തത് കൊണ്ടാണ് ഇത് ലോകമറിയാത്തത്. ഏതു വിധേനയും നെടുങ്കോട്ടയും തകർത്ത് തെക്കോട്ട് ആക്രമണം നയിച്ച ടിപ്പു തിരുവിതാംകൂറിനെ ആക്രമിച്ചു കീഴടക്കി ശ്രീ പത്മനാഭൻ്റെ കൊടിമരത്തിൽ തൻ്റെ കുതിരയെ കെട്ടുമെന്ന് ശപഥം ചെയ്തിറങ്ങിയ ടിപ്പു എന്ന ഈ ദുഷ്ടരാക്ഷസന് പ്രകൃതി തന്നെ നൽകിയ ഒരു തിരിച്ചടിയായിരുന്നു പെരിയാറിൻ്റെ തീരത്ത് വെച്ച് ഉണ്ടായത്. അന്ന് പ്രകൃതിക്ഷോഭത്തെ തുടർന്നുണ്ടായ ശക്തമായ മഴയും അതിശക്തമായ വെള്ളപ്പൊക്കത്തിലും പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ടിപ്പു വല്ലാതെ വിഷമിച്ചു. അന്ന് ഡിലനോയുടെ മരണത്തെ തുടർന്ന് തിരുവിതാംകൂർ സൈന്യത്തെ നയിച്ചിരുന്നത് രാജാ കേശവദാസാണ്. രാജാ കേശവദാസ് ഈ അവസരത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിനെ സന്ദർശിക്കുമ്പോൾ രാജാ കേശവദാസ് തിരുവിതാംകൂർ മഹാരാജാവിനോട് പറഞ്ഞതും രാജാവ് അതിനു മറുപടിയായി പറഞ്ഞിട്ടുള്ളതുമായ വാക്കുകളാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൻ്റെ വോളിയം 1 410 പേജിൽ ചേർത്തിട്ടുള്ളത്. For all the closing years of the Maharaja's life, this Tipu's invention was his bugbear, as it left a deep impression on his mind and clouded his otherwise happy and successful region. As I could well understand it from a Brahmin informant of mine who in himself 65 years old now has heard it from his own father's lips that the Maharaja went into deep prayer and penance when Tipu had crossed the northern ramparts and had encamped on his side of Alvai with a determination to march upon Trivandrum and tie his horse to the golden flagstaff of Padmanabha's temple. My Brahmin's informant's father was himself a young man then when he took part in the daily Sahasranama Japa in the temple carried out under the Maharaja's personal directions. When Diwan Keshavadas told him that nearly all was lost, that he himself would fight Tipu so long as there was life in him, the Maharaja said, "Yes, go and fight to the last. As for me, I do not wish to live as a prisoner in Tipu's hands. If God gives me up at this crisis, I prefer to die. Let his will be done." The whole population was deeply moved, and pious Brahmins who lived on his bounty of Maharaja's hospitality and charity devoted for his safety. Some of the aged men them observing, "What is all this anxiety for? The Maharaja forgets that Tipu would run back for the safety of his own kingdom faster than his highness troops could overtake him." And so it came to pass. Tipu ran for his life, and the present writer does not wish to realize for himself or for his readers how different would have been the fate of Angkor today if the country had fallen into Tipu's hands. ടിപ്പു തിരുവിതാംകൂർ ആക്രമിക്കുന്ന സമയത്ത് രാജാവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവിടെ സഹസ്രനാമ ജപം നടക്കുന്നുണ്ട്. ആ സഹസ്രനാമ ജപത്തിൽ രാജാവ് പങ്കെടുക്കുന്നത് കൂടാതെ രാജാവ് കഠിനമായ വ്രതത്തിലും ധ്യാനത്തിലുമായിരുന്നു. ഈ വസ്തുതകൾ വ്യക്തമാക്കുന്ന ലൈനുകൾ തന്നെയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ ഈ വായിച്ച ഭാഗത്ത് ഉള്ളത്. അതിൽ പറയുന്നുണ്ട്, ഒരു വൃദ്ധ ബ്രാഹ്മണൻ രാജാവിൻ്റെ ഉത്കണ്ഠ കണ്ട് ഒരിക്കലും ഉത്കണ്ഠപ്പെടേണ്ടതില്ല. ടിപ്പുവിനെ വന്നതിലും വേഗത്തിൽ തന്നെ തിരിച്ചോടേണ്ടി വരും രാജ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്ന് ആ വൃദ്ധ ബ്രാഹ്മണൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് വിഷ്ണു സഹസ്രനാമം ജപിച്ച് അതിൻ്റെ പ്രാർത്ഥനയിലിരിക്കുന്ന ഒരുവനെയും ആ ദുഷ്ടശക്തികൾക്ക് നശിപ്പിക്കുവാൻ കഴിയുകയില്ല. വിഷ്ണു സഹസ്രനാമ ജപത്തിനും അദ്ദേഹം ആലുവ പുഴയുടെ തീരത്ത്, അതായത് പെരിയാറിൻ്റെ തീരത്ത് നടത്തിയ സോമയാഗത്തിനും ശക്തിയുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ചരിത്ര പുസ്തകത്തിലൂടെ വെളിവാകുന്നത്.
സോമയാഗത്തിൻ്റെ ശക്തിയും അന്ന് ആ ഭൂമിക്കുണ്ടാകുന്ന പ്രത്യേകതയുമെല്ലാം വളരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ഈ സംഭവം അത് ഒന്നുകൂടി തെളിയിക്കുകയാണ്. ടിപ്പു തിരുവിതാംകൂറിനെ ആക്രമിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് സഹസ്രനാമ ജപം നടക്കുകയാണ്. ഇതിൽ രാജാവ് കൂടി സഹസ്രനാമ ജപം നടത്തുന്നുണ്ട്. അതായത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവനെ വിഷ്ണു ഭഗവാൻ കൈവെടിയില്ല എന്ന് തെളിയിക്കുകയാണ്. തൻ്റെ ഏറ്റവും വലിയ ശക്തി സ്വരൂപമായ പ്രളയം തന്നെ അദ്ദേഹം ആലുവായി പുഴയിൽ സൃഷ്ടിച്ച് ടിപ്പുവിന് വേണ്ട മറുപടി കൊടുത്തു. 35,000 സൈന്യവുമായി അവിടെ എത്തിച്ചേർന്ന ടിപ്പുവിന് 5,000 സൈന്യത്തെയാണ് മൈസൂരിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതിൽ പലരും വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോവുകയും പിന്നീട് അതിനെ തുടർന്നുണ്ടായ കോളറയും മറ്റു അസുഖങ്ങളിലും പെട്ട് മരിച്ചു പോവുകയുമാണ് ഉണ്ടായത്. അന്നുണ്ടായ മഴയും വെള്ളപ്പൊക്കത്തിലും കയറി നിൽക്കുന്നതിന് വരെ ഒരു കെട്ടിടം പോലും ആലുവായി ഭാഗത്ത് അവശേഷിച്ചിരുന്നില്ല. ഈ മണ്ടൻ ചെയ്ത ക്രൂരത കൊണ്ട് എല്ലാ കെട്ടിടങ്ങളും ഇടിച്ചു പൊളിച്ചിരുന്നു. അതായത് താൻ ചെയ്യുന്ന പാപം താൻ വീടുമെന്ന് ചരിത്രം തെളിയിക്കുകയാണ്. യഥാർത്ഥ ചരിത്ര പുസ്തകങ്ങൾ മറച്ചു വയ്ക്കുന്നു ചില കള്ള ചരിത്രകാരന്മാർ. അതായത് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ശക്തിയും സോമയാഗത്തിൻ്റെ ശക്തിയും തന്നെയാണ് അന്ന് തെളിയിക്കപ്പെട്ടത്. തിരുവിതാംകൂറിനെയും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെയും തകർക്കുവാൻ പുറപ്പെട്ട ഈ ദുഷ്ട മുഹമ്മദീയ രാക്ഷസന് അന്ന് പ്രകൃതി തന്നെ ഉചിതമായ മറുപടി കൊടുത്ത് വീണ്ടും മൈസൂരിലേക്ക് നാണം കെട്ട് ഈ മൃഗം തിരിച്ചുപോയത്. ഇത് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് കൂടി ഇപ്പോഴത്തെ ഈ കള്ളച്ചരിത്രകാരന്മാർ അറിയുന്നത് നന്നായിരിക്കും. തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുള്ള മേത്തൻ മണി തിരുവിതാംകൂർ സൈന്യം ടിപ്പുവിനെ തോൽപ്പിച്ച് നാണം കെടുത്തി തിരിച്ചയച്ചതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. എന്നിട്ടും ഇവിടുത്തെ ചില ചരിത്രകാരന്മാർക്ക് അത് മനസ്സിലാകുന്നില്ല എന്തിനു വേണ്ടിയാണ് ആ മണി സ്ഥാപിച്ചിട്ടുള്ളത് എന്ന്. മേത്തൻ എന്ന് പറഞ്ഞാൽ മാപ്പിള അല്ലെങ്കിൽ മുസ്ലിം എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അതായത് തിരുവിതാംകൂറിൻ്റെ വിജയത്തിൻ്റെ ചിഹ്നമായിട്ട് തന്നെയാണ് ഇന്നും അത് ശോഭിക്കുന്നത്.